നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകെ പ്രശ്നമായി. തന്റെ ബ്ലൗസ് അമ്മയുടെ കയ്യിലിരിക്കുന്നു. അതിനാ ബ്ലൗസ് അമ്മയ്ക്ക് പാകാവോ? ദൈവമേ, ഈ കുട്ടി എന്താ ഇങ്ങനെ? ആ ബ്ലൗസ് ആരുടേതാണെന്ന് അമ്മ അന്വേഷിച്ച നമ്മൾ പെട്ടുപോകത്തില്ലേ? അയ്യോ, ആ ഇതാണ് കൃത്യമായ പ്രതികരണം. ഇനി നമ്മൾ എന്ത് ചെയ്യും? അറിയില്ല. എനിക്കാകെ പേടിയാവുന്നു പ്രിയൻ ചേട്ടാ. പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നേരിട്ടല്ലേ പറ്റൂ. ഞാൻ എന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ. വെയിറ്റ്. എന്താ അമ്മ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണം? ഈ വീട്ടിൽ കുറെ ദിവസങ്ങളായി ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിന്റെ മുറിയിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോൺ കിട്ടി. ഇപ്പോ ഏതോ ഒരുത്തിയുടെ ബ്ലൗസ് കിട്ടി. അമ്മ ഫോണിന്റെ കാര്യം വിട്ടുകളയാറായില്ലേ? അത് മീരയുടേതാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വിശ്വാസം ഇല്ല. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഞാൻ ആലോചിച്ച് കൂട്ടുന്നതാണോ? എന്നാ നീ പറ, ഈ ബ്ലൗസ് ആരുടെയാ? അല്ല, ഇത് അമ്മയുടെ അല്ലേ? ഇതെനിക്ക് പാകാവോ? പാകമാവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? തർക്കത്തരം പറയുന്നോടാ. അമ്മേ, ഇത് അമ്മയുടേതല്ലെങ്കിൽ നമ്മുടെ വഴക്കാളിയുടേതായിരിക്കും. അതിന് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ? ഇന്നേ വരെ അവൾ ഒരു സാരി ഉടുത്ത് നീ കണ്ടിട്ടുണ്ടോ? അവൾക്ക് പണ്ടേ സാരി ഉടുക്കുന്ന ഇഷ്ടമല്ല. പിന്നെ എന്തിനാ അവൾക്ക് ഈ ബ്ലൗസ്? എടാ, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമുണ്ടെന്ന് അമ്മ പറയുന്നേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നിന്റെ മുറി ഒന്ന് പരിശോധിച്ചാ മതി. ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കട്ടെ. അമ്മ അവിടെ നിക്കമ്മേ. എന്താടാ? അമ്മയ്ക്ക് ഏതോ ഒരു ബ്ലൗസ് കിട്ടിയെന്ന് പറഞ്ഞ് എന്റെ റൂം പരിശോധിക്കേണ്ട കാര്യം എന്താ? ഈ കാണിക്കുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ലോജിക് ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാൻ പോവുക. നീ വെറുതെ എന്നെ തടസ്സം നിൽക്കണ്ട. എന്റെ മുറിയടക്കം എല്ലാ മുറികളും ഞാൻ അരിച്ചു പെറുക്കും. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇന്നലെ എങ്ങനെയോ രക്ഷപ്പെട്ടൊന്ന് സമാധാനിച്ചതായിരുന്നു. ഇന്ന് എന്തായാലും കുടുങ്ങും, ഉറപ്പാ. അമ്മയ്ക്ക് ഈയിടെയായിട്ട് സംശയരോഗം വല്ലാതെ കൂടുന്നുണ്ട്. കുടുംബക്കാർക്കിടയിൽ സംശയം ഉണ്ടായാ പിന്നെ ആ വീട്ടിൽ നാശമായിരിക്കും സംഭവിക്കുക. ഈ വീട് നശിക്കാതെ ഞാൻ നോക്കിക്കോളാം. മോൻ അതിനെ കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഈ ഒരു ബ്ലൗസിന്റെ പേരിലല്ലേ അമ്മ എന്നെ സംശയിക്കുന്നത്? ഇത് അപ്പുറത്തെ ഏതെങ്കിലും വീട്ടിലായെന്ന് കാറ്റത്ത് പറന്നു വന്ന് നമ്മുടെ വീട്ടിൽ വീണതായിക്കൂടെ? ഓ, ഇങ്ങനെയുള്ള കഥകൾ കേട്ടാലൊന്നും ഞാൻ വീഴില്ല മോനെ. നീ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു മണ്ടിയല്ല ഞാൻ. എനിക്ക് ഈ ബ്ലൗസ് ആരുടെയാണെന്ന് അറിഞ്ഞേ പറ്റൂ. അമ്മ, അത് അമ്മേ, ഈ ബ്ലൗസ് എന്റെയാ. നീ എന്താ പറഞ്ഞത്? പച്ച ബ്ലൗസ് എന്റെയാന്ന്. ഇവളിത് എന്തൊക്കെയാ പറയുന്നേ? സാരി ഇല്ലാത്ത നീ എന്തിനാ ഈ ബ്ലൗസ് വാങ്ങിയത്? കഴിഞ്ഞ വർഷം ആനുവൽ ഡേക്ക് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനൊരു സാരി വാങ്ങിയില്ലേ, അതിന്റെ ബ്ലൗസ് ഇത്. ആ ബ്ലൗസ് ആണോ ഇത്? അതെ അമ്മേ. കഴിഞ്ഞ ദിവസം കബോർഡിൽ ഇരിക്കുന്ന കണ്ടപ്പോ വീണ്ടും ഇടാന്ന് കരുതി ഞാൻ അത് വാഷിംഗ് മെഷീനിലിട്ടത്. ഇവളെന്തിനാ നുണ പറയുന്നേ? സോറി മോനെ, ഞാൻ വെറുതെ നിന്നെ സംശയിച്ചു. ആ, ഇത് ആദ്യമായിട്ടൊന്നും അല്ല അമ്മ എന്നെ സംശയിക്കുന്നത്. ആ, പോയി ഭക്ഷണം എടുത്ത് വെക്ക്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ശരി ശരി, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. ആ അമ്മേ, ഈ ബ്ലൗസുമായിട്ട് അടുക്കളയിലേക്ക് എന്തിനാ പോകുന്നേ? ഇത് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോവും. അയ്യോ, ഞാനത് വിട്ടുപോയി. എടി വഴക്കളി. ഉം